നമസ്കാരം. സേബോക്സ് നിക്ഷേപ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് അയച്ചു. സേബോക്സ് എന്ന ഓൺലൈൻ ആപ്പ് വഴി നടന്ന സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് നടപടി. ഈ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിരുന്നു ജയസൂര്യ. കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് ജയസൂര്യയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ജയസൂര്യയ്ക്ക് പങ്കുണ്ടോ എന്നും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും ED പരിശോധിക്കും. ജനുവരി 7 വീണ്ടും ഹാജരാകാനാണ് നോട്ടീസ്. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിന് സാധ്യതയുണ്ട്. ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിച്ചതിന് ജയസൂര്യയ്ക്ക് ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ചാണ് ഇപ്പോൾ ED അന്വേഷണം പുരോഗമിക്കുന്നത്. സേവ്ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിരുന്നു ജയസൂര്യ. ഇതുമായി ബന്ധപ്പെട്ട കരാറാണ് നടൻ കേസിൽ കുരുക്കായത്. കരാറിന്റെ ഭാഗമായി ജയസൂര്യയ്ക്ക് ലഭിച്ച പണം സ്ഥാപനം നടത്തിയ തട്ടിപ്പിൽ നിന്നുള്ളതാണെന്നാണ് EDയുടെ നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യയെ വീണ്ടും ED വിളിപ്പിക്കുന്നത്. ജയസൂര്യയുടെ ഭാര്യ സരിതയുടെ മൊഴി ഉൾപ്പെടെ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴികളടക്കം പരിശോധിച്ചതിന് ശേഷമാണ് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചുരുങ്ങിയ തുകയ്ക്ക് വില കൂടിയ ഉൽപ്പന്നങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകി പലരിൽ നിന്നായി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നതാണ് സേബോക്സിനെതിരെയുള്ള പരാതി. തട്ടിപ്പിനിരയായവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. ജയസൂര്യയുടെ സാന്നിധ്യം വിശ്വസിച്ചാണ് പലരും ആപ്പിൽ നിക്ഷേപം നടത്തിയതെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. നേരത്തെ മറ്റൊരു നടനായ സണ്ണി വെയിനും ഈ ആപ്പുമായി സഹകരിച്ചിരുന്നുവെന്നും സൂചനയുണ്ട്. ഈ തട്ടിപ്പിലൂടെ ലഭിച്ച പണം എങ്ങോട്ടാണ് പോയതെന്നും പ്രമുഖർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും ED അന്വേഷിച്ചു വരികയാണ്. നോട്ടീസ് ലഭിച്ച സാഹചര്യത്തിൽ ജയസൂര്യ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകും. സേബോക്സ് എന്ന ആപ്പ് വഴി വൻ തുക നിക്ഷേപം സ്വീകരിച്ച ആളുകളെ കബളിപ്പിച്ചു എന്ന പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വിപുലമാക്കിയിട്ടുണ്ട്. നടൻ ജയസൂര്യ ഈ കമ്പനിയുടെ പരസ്യങ്ങളിൽ അഭിനയിച്ചതും ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിച്ചതും നിക്ഷേപകരെ ആകർഷിക്കാൻ കാരണമായോ എന്നും പരിശോധിക്കുന്നുണ്ട്. പലർക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ആപ്പ് വഴി നഷ്ടമായത്. കുറഞ്ഞ തുകയ്ക്ക് ഐഫോൺ പോലുള്ള വില കൂടിയ ഉപകരണങ്ങൾ നൽകാമെന്ന വാഗ്ദാനത്തിൽ വീണവരും നിരവധിയാണ്. പണം നൽകിയവർക്ക് പിന്നീട് ഉൽപ്പന്നങ്ങളോ പണമോ തിരികെ ലഭിച്ചിട്ടില്ല. ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിരുന്ന ജയസൂര്യയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കമ്പനിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും വ്യക്തത തേടാനാണ് EDയുടെ നീക്കം. കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നതിലാണ് ED ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജയസൂര്യയ്ക്ക് ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ ലഭിച്ച തുക, കമ്പനിയുടെ ഉടമകളുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എന്നിവ ഉദ്യോഗസ്ഥർ പരിശോധിക്കും. താരങ്ങളുടെ പ്രശസ്തി മുതലെടുത്ത് കമ്പനി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതായിട്ടാണ് പോലീസിന്റെയും EDയുടെയും പ്രാഥമിക കണ്ടെത്തൽ. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് ആപ്പിന്റെ ഉടമകളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജയസൂര്യയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. തൃശൂർ സ്വദേശി സ്വാതിക് റഹീം 2019 തുടങ്ങിയ സേബോക്സ് ബിഡിംഗ് ആപ്പുമായി ബന്ധപ്പെട്ടതാണ് സംഭവ വികാസങ്ങളെല്ലാം. ഓൺലൈൻ ലേല ആപ്പായിരുന്നു ഇത്. ആപ്പിന്റെ മറവിൽ വൻ സാമ്പത്തിക തട്ടിപ്പായിരുന്നു നടന്നത്. 2023 ഈ തട്ടിപ്പ് പുറത്തു വരുന്നതും. പിന്നാലെ ആപ്പിന്റെ ഉടമ സ്വാതിക് റഹീം പിടിയിലാകുന്നു. തുടർന്ന് ED കേസെടുക്കുകയും ചെയ്തു. ജയസൂര്യ കൂടാതെ മറ്റു പല സിനിമാ താരങ്ങളും ആപ്പിന്റെ പ്രചാരണത്തിൽ നവമാധ്യമങ്ങളിലടക്കം ഭാഗമായിരുന്നു. സ്വാതിക്കിനും ജയസൂര്യയ്ക്കും ഇടയിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ച ശേഷമാണ് ജയസൂര്യയെ ED വിളിപ്പിച്ചത്. ജയസൂര്യയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഭാര്യ സരിതയാണ്. അതിനാലാണ് സരിതയിലേക്കും അന്വേഷണം നീളാൻ കാരണം. 2 വർഷം മുൻപ് ഏറെ വിവാദമായ കേസ് കൂടിയായിരുന്നു ഇത്. ഇന്ത്യയിലെ തന്നെ ആദ്യ ലേല ആപ്പ് എന്ന് പറഞ്ഞാണ് സേബോക്സിനെ നാട്ടുകാർക്ക് മുന്നിൽ സ്വാതിക് പരിചയപ്പെടുത്തിയത്. സിനിമാ താരങ്ങളുമായി അടുപ്പം പുലർത്തിയിരുന്ന സ്വാതിക് റഹീം ഈ ബന്ധങ്ങളും തട്ടിപ്പിന് ഉപയോഗിച്ചതായി അന്വേഷണ സംഘത്തിന് അന്ന് വിവരം ലഭിച്ചിരുന്നു. സിനിമാ താരങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങളടക്കം പങ്കുവച്ച് ആളുകളെ സേബോക്സ് ആപ്പിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തു. സിനിമാ താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു സ്വാതിക് സേബോക്സിന്റെ ലോഞ്ചിങ് ചടങ്ങുകളടക്കം സംഘടിപ്പിച്ചത്.